4 വർഷം കഴിഞ്ഞിട്ടും തീരാത്ത ദുരിതം. ചെർക്കള ടൗണിലെ ദേശീയപാത വികസനത്തിലെ അനാസ്ഥയ്ക്കെതിരെ ജനരോഷം ശക്തമാകുന്നു. നിർമ്മാണ ചുമതലയുള്ള മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മെല്ലെപ്പോക്കിനെതിരെ ചെർക്കള മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ചെർക്കള ടൗണിൽ ഏകദിന ഉപവാസ സമരം നടത്തി. കാസർഗോഡ് MLA കലക്ടർ മാഹിൻ ഹാജി സമരം ഉദ്ഘാടനം ചെയ്തു. Start your journey with confidence. GTech Education. Fatima Arcade, opposite New Bus Stand, Kasargod. Telephone 7736 100 443 04994 227432. ചെർക്കള ടൗണിലെ ദേശീയപാത വികസന പ്രവർത്തികൾ ആരംഭിച്ച് 4 വർഷത്തിലധികമായിട്ടും പൂർത്തീകരിക്കാൻ സാധിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ചെർക്കള മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ഏകദിന ഉപവാസം സംഘടിപ്പിച്ചത്. പ്രവൃത്തി ഏറ്റെടുത്ത മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ കടുത്ത അനാസ്ഥയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുവന്നത്. ചെർക്കള ദേശീയപാതയോരത്ത് രാവിലെ 9:30 ആരംഭിച്ച ഉപവാസ സമരം കാസർഗോഡ് മണ്ഡലം MLA കലക്ടർ മാഹിൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുള്ള കുഞ്ഞി ചെർക്കള പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ചെർക്കള മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് BM ഷെരീഫ് ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. വർഷങ്ങളായി നീണ്ടുപോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണം ചെർക്കള ടൗണിലെ വ്യാപാരികൾ കടുത്ത ബിസിനസ് തകർച്ചയിലാണ്. ഇതിനു പുറമെ പൊടിശല്യവും കടുത്ത യാത്രാക്ലേശവും കാരണം പൊതുജനങ്ങളും ദുരിതമനുഭവിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് വ്യാപാരി സംഘടന ശക്തമായ സമരവുമായി മുന്നോട്ട് വന്നത്. ദേശീയപാത 66 ചെങ്കള നീലേശ്വര പാതയിൽ ചെർക്കള ടൗണും അനുബന്ധ പ്രദേശങ്ങളും പണി ആരംഭിച്ച് 4 വർഷം പൂർത്തിയാവുകയാണ്. 4 വർഷകാലം പിന്നിട്ടിട്ടും ഇവിടുത്തെ പ്രാഥമികമായ ഏറ്റവും അത്യാവശ്യമായി ചെയ്തു തീർക്കേണ്ട ഡ്രെയിനേജ് പണി ഇതുവരെ പകുതി പോലും പൂർത്തിയാക്കാൻ നിർമ്മാണ കമ്പനിയായ മേഘക്ക് സാധിച്ചിട്ടില്ല. ഈ പ്രദേശത്തെ കാൽനട യാത്രക്കാർ വളരെയേറെ ബുദ്ധിമുട്ടുകയാണ്. താഴ്ന്ന പ്രദേശമായിട്ടുള്ള ഈ ചെർക്കള ടൗൺ പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന മഴവെള്ളം ഒഴുക്കുവെള്ളമായി വന്ന് ഈ ചെർക്കള ടൗണിൽ ചെളിവെള്ളമായി മാറുകയാണ്. ഈ ചെളിവെള്ളത്തിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷത്തിലധികമായിട്ടും ഇന്നേ വരെ യാതൊരുവിധ നടപടി സ്വീകരിക്കാൻ നിർമ്മാണ കമ്പനിക്കോ ദേശീയപാത അധികാരികൾക്കോ അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടത്തിനോ സാധിച്ചിട്ടില്ല. 3 വർഷത്തെ കാലാവധി പൂർത്തിയായിട്ടും പിന്നെയും 1 വർഷം അനുവദിച്ചു നൽകിയിട്ടും 9 കോടി ഫൈൻ അടിച്ചിട്ടും ഇനിയും വർക്ക് തീർക്കാൻ ലാഘവബുദ്ധിയോടുകൂടി മാത്രം പെരുമാറുന്ന നിർമ്മാണ കമ്പനി ഇപ്പോഴും ഈ നാട്ടിലെ ജനങ്ങളുടെ ക്ഷമ പരിശോധിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ ഒക്കെ പിന്തുണയോടുകൂടി നാട്ടിലെ മത രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള ഒരു സമരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവസാനമായി നടത്തുന്ന ഒരു സൂചന സമരമാണ്. ഇനി അനിശ്ചിത കാലത്തേക്കുള്ള സമരമാണ് മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ഇനിയുള്ള സമരം പിടിച്ചുകെട്ടാൻ ഭരണാധികാരികൾക്കോ അതുപോലെ ദേശീയപാത അധികൃതർക്കോ നിയമങ്ങൾ കൊണ്ടോ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ക്ഷമ പരിശോധിക്കുന്നതിന് മുമ്പ് ഇവിടെ ഈ നാട്ടിലെ ആളുകൾക്ക്, വിദ്യാർത്ഥികൾക്ക്, വയോജനങ്ങൾക്ക്, വ്യാപാരികൾക്ക് സുഗമമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി തരുവാൻ, ഇവിടുത്തെ വർക്കുകൾ തീർക്കാൻ, വാഹനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ ഒക്കെ എത്രയും വേഗം മുന്നോട്ട് വരണമെന്ന എളിയ അഭ്യർത്ഥന മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. ഈ സൂചനാ സമരം കൊണ്ട് ഫലിച്ചില്ലെങ്കിൽ എത്രയും വേഗം തന്നെ ശാശ്വതമായ അനിശ്ചിതകാല ഹൈവേ തടയൽ, പണി തടയൽ അടക്കമുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ തീർച്ചയാണ്. ചെങ്കള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വസന്തൻ അജക്കോട്, KVVES കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ്, വൈസ് പ്രസിഡന്റ് ജാസ്മിൻ കബീർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷുക്കൂർ ചെർക്കള, ഇക്ബാൽ ചേരൂർ, ബ്ലോക്ക് മെമ്പർ CV ജെയിംസ്, ഹാരിസ് തായൽ, ജയകുമാരി, വിവിധ വാർഡ് മെമ്പർമാരായ സായിറ മജീദ്, ജലീൽ എരുത്തുംകടവ്, AR ധന്യവാദ് തുടങ്ങിയ നിരവധി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ മഹമ്മൂദ് മുളിയാർ നന്ദി പറഞ്ഞു. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.